വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന ധ്യാനത്തിനും പഠനത്തിനുമായിട്ട് ദൈവം നമ്മെ കൂട്ടിച്ചേർത്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഥാസ്ഥാനത്വം ദൈവജനത്തിന് ആവശ്യമാണ്. അതിൻ്റെ വിവിധ കാരണങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ധ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചു. യഥാസ്ഥാനത്വത്തിലേക്കുള്ളതായ ചവിട്ടുപടികൾ നാം അതാണ് കഴിഞ്ഞ ചില ആഴ്ചകളിലായിട്ട് ധ്യാനിച്ചു വന്നത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ സാധ്യതകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന ദൈവമക്കൾക്കാണ് അതിൻ്റെ നന്മ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക, യേശുവിനെ ധ്യാനിക്കുക. ഈ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് യഥാസ്ഥാനത്വത്തിലേക്കുള്ള ചവിട്ടുപടികൾ എന്ന നിലയിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിച്ചത്. ആ മൂന്ന് കാര്യങ്ങൾ യഥാർത്ഥമായി നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം കരുതുന്നു എങ്കിൽ ദൈവത്തിന് തീർച്ചയായിട്ടും നമ്മെ വ്യത്യസ്ത മേഖലകളിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയും എന്നതിന് യാതൊരു തർക്കവുമില്ല. നമുക്ക് വീണ്ടും ഇന്ന് ആ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു യഥാസ്ഥാനത്വത്തിലേക്കുള്ളതായ ചില ചവിട്ടുപടികൾ. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഒരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്നുള്ളതാണ്. യഥാസ്ഥാനത്വം നമുക്ക് സാധ്യമാണ്. അയ്യോ, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? ഇനി എനിക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കുമോ? ഇനി എനിക്ക് തികഞ്ഞവനായിട്ട് മാറുവാൻ കഴിയുമോ? ഇനിയും എൻ്റെ ജീവിതത്തെ നന്നാക്കി എടുക്കുവാനായിട്ട് കഴിയുമോ? ഇനിയും എൻ്റെ ദൈവത്തിന് എന്നെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അത് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ അതിനൊക്കെ കാരണങ്ങളാണ്. മുറുകെ പറ്റുന്നതായ പാപങ്ങൾ, ഉപേക്ഷിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന പാപങ്ങൾ, അതൊക്കെ ഈ യഥാസ്ഥാനത്വത്തിന് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവിന് പലപ്പോഴും ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവവചനം വ്യക്തമാക്കുന്ന ഒരു സത്യമാണ്, നമുക്കൊരു യഥാസ്ഥാനത്വം സാധ്യമാണ്. അത് നമ്മൾ ഇന്ന് രാത്രിയിൽ കരുതിക്കൊള്ളുക. എനിക്ക് മടങ്ങി വരാൻ സാധിക്കും, എന്നെ ദൈവത്തിന് നന്നാക്കി എടുക്കുവാനായിട്ട് കഴിയും, എനിക്ക് എൻ്റെ ദൈവത്തിന് എന്നെ ഇനിയും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ആ പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാകുവാൻ ഇടയാകട്ടെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കൊരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ചില കാര്യങ്ങളാണ് ചുരുക്കമായിട്ട് ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ സാധ്യമാണ് എന്ന് പറഞ്ഞതിന് അവിടെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ഒരു യഥാസ്ഥാനത്വം അത് സാധ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ആ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? നമ്മുടെ കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ നമ്മുടെ മടങ്ങി വരവ് സാധ്യമാണ് എന്നുള്ളതിന് തെളിവ് നിരത്തിയത് എന്താണ്? നമുക്കൊരു മടങ്ങി വരവ്, നമുക്കൊരു യഥാസ്ഥാനത്വം, നമുക്കൊരു തികഞ്ഞവനാകുന്ന ജീവിതം, ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതം നമുക്ക് സാധ്യമാണ് എന്നതിന് അപ്പോസ്തലൻ ഉദാഹരണമായിട്ട് പറഞ്ഞ, അല്ലെങ്കിൽ തെളിവായിട്ട് പറഞ്ഞ കാര്യം ഏതാണ്? ആ വാക്യത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശു ക്രിസ്തുവിനെ മടക്കി വരുത്തിയ ദൈവം. അപ്പോൾ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്താൻ നമ്മുടെ പിതാവായ ദൈവത്തിന് സാധിച്ചു എങ്കിൽ നിങ്ങൾക്കും ഒരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്നാണ് ആ വാക്യത്തിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു വലിയ സത്യം. യേശുവിൻ്റെ പുനരുത്ഥാനത്തോട് സാദൃശ്യപ്പെടുത്തിയാണ് നമുക്ക് ഒരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്നത് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ളത്. നാം അറിയുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നുള്ളതായിരിക്കുന്ന പുനരുത്ഥാനവും നമ്മുടെ മടങ്ങി വരവും എന്ന് പറയുന്നത് ഒരുപക്ഷെ രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനം നമ്മുടെ മരണത്തിൽ നിന്നുമുള്ള പുനരുത്ഥാനത്തോട് സാദൃശ്യപ്പെടുത്തി, അല്ലെങ്കിൽ അതിനുള്ള ഉറപ്പ് നൽകുവാനായിട്ട് പല വേദഭാഗങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചതിൻ്റെ പല ലക്ഷ്യങ്ങളും പല വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു എങ്കിൽ നമുക്കും എന്ത് സാധ്യമാണ്? ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അത് മരിച്ചതിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല. ഇവിടെ നാം ജീവിച്ചിരിക്കുമ്പോൾ ആ യഥാസ്ഥാനത്വത്തിലേക്കുള്ള മടങ്ങി വരവ് സാധ്യമാണ് എന്ന് തന്നെയാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് മരിക്കുന്നതിന് മുൻപും മരിച്ചതിന് ശേഷവും അന്നുണ്ടായിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നമുക്കറിയാം. ഇവനെ കൊന്നു കളഞ്ഞാൽ അതോടുകൂടെ തീർന്നു എന്നാണ് അവർ കരുതിയത്. അതുകൊണ്ടാണ് യേശുവിനെ പിടിച്ച് അവര് കൊല്ലുവാൻ ഇടയായിട്ട് തീർന്നത്. മരിച്ചു, അവനെ അടക്കം ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്താ പറഞ്ഞത്? ആ കാവൽക്കാരെ കാവൽ നിർത്തി ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത്? താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ശിഷ്യന്മാര് വന്ന് അവന്റെ ആ ബോഡി എടുത്തുകൊണ്ട് പോയിട്ട് പറയുമെന്ത്? അവൻ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ നാം എന്തു ചെയ്യണം? കാവൽക്കാരെ അവിടെ നിർത്തണം. ആ നിലയിൽ അങ്ങനെ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? യേശു ക്രിസ്തു ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പാടില്ല. അവൻ മരണത്തിൽ നിന്ന് തിരിച്ചു വരുവാനായിട്ട് അത് സാധ്യമല്ല. അതിന് ഇടയാകരുത് എന്നുള്ള ലക്ഷ്യമായിരുന്നു അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. ഇതിന് സമാനമായിട്ട് തന്നെ ഞാനും നിങ്ങളോട് പറയാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പരാജയങ്ങളും പോരായ്മകളും ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും പിശാച് വന്ന് ഉരുവിടും, ഇനി നിനക്ക് രക്ഷ ഇല്ല. സങ്കീർത്തനങ്ങളിലൊക്കെ അതേക്കുറിച്ച് കർത്താവിൻ്റെ ഈ മരണത്തോടും പുനരുത്ഥാനത്തോടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന വാക്കുകളുണ്ട്. ഇനി അവന് രക്ഷ ഇല്ല, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലെ നമ്മുടെ ഹൃദയത്തിലും ഈ പിശാച് വന്ന് പലതരത്തിലുള്ളതായിരിക്കുന്ന ഇതുപോലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഉരുവിടുവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ചെറുതോ വലുതോ ആയ നിലകളിലുള്ളതായിരിക്കുന്ന വീഴ്ചകൾ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ വിധി എഴുതും, ഇനി എനിക്കൊരു മടങ്ങി വരവ് ഇല്ല. അങ്ങനെ എത്രയോ ആളുകളാണ് ആത്മീക ലോകത്ത് അധപ്പതിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഏത് വിഷയത്തിലാണോ പരാജയപ്പെട്ടത്, ഏത് ദൈവകൽപ്പനയോടാണോ ലംഘനമുണ്ടായത്, അതിനെ അനുസരിക്കുവാൻ തയ്യാറായി മടങ്ങി വന്നാൽ
അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയായവനാണ്. അതിന്റെ ഉദാഹരണമാണ് തെളിവ് സഹിതം ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയത്. തന്റെ പുത്രനെ, അവിടെ വായിക്കുന്നു, നമ്മുടെ കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. അപ്പോൾ അതുകൊണ്ട് നാം ഓർക്കണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാമെങ്കിലും അതിനെ അതാത് സമയങ്ങളിൽ ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും നിരപ്പ് പ്രാപിക്കുവാനും നാം തയ്യാറായാൽ ഈ ദൈവം നമ്മെ പിന്നെയും ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ദൈവവചനം നമുക്ക് നൽകുന്ന വലിയ സത്യങ്ങൾ എന്നുള്ളത്. നാം ഈ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 10-ാം അധ്യായം 38-39 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. കർത്താവിന് വേണ്ടി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഉറപ്പിക്കുന്ന വേദഭാഗമാണത്. അവിടെ വായിക്കുന്നത് എന്താണ്? പിന്മാറുന്നവരെ കുറിച്ച് ദൈവത്തിന്റെ ഉള്ളിൽ പ്രസാദം ഇല്ല. അവിടെ വായിച്ചതുപോലെ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. അപ്പൊ അതുകൊണ്ട് പിന്മാറിപ്പോകാം, ഇനിതെല്ലാം വേണ്ടെന്ന് വെക്കാം. ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷകൾ, ദൈവം തന്നിരിക്കുന്നതായിരിക്കുന്ന താലന്തുകൾ, ദൈവം തന്നിരിക്കുന്നതായ കൃപാവരങ്ങൾ, ഇനി ഒന്നും ചെയ്യണ്ട, അവിടെ ഇരിക്കട്ടെ, എന്നെ കൊണ്ട് ഇനി ആകില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നവരുടെ കൂട്ടത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ മുന്നേറുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഇവിടെ നമുക്ക് ഈ വായിച്ച വേദഭാഗത്തേക്ക് വീണ്ടും വരാം. അതിൻ്റെ അല്പമായിരിക്കുന്ന ചില വിശദീകരണങ്ങൾ നമുക്ക് ഇന്ന് രാത്രിയിൽ ധ്യാനിക്കാം. ഈ അവിടുത്തെ നമുക്കൊരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്ന് പറയുമ്പോൾ, ഈ വാക്യം ഇംഗ്ലീഷിൽ അത് വായിക്കുന്ന സമയത്ത് ഏറ്റവും ആരംഭത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്രമമനുസരിച്ചാണ് ഞാൻ ഇന്ന് അല്പമായിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. അവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സമാധാനത്തിന്റെ ദൈവം എന്ന വാക്കാണ്. ദ പീസ് ഓഫ് ഗോഡ്. സമാധാനത്തിന്റെ ദൈവം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഒരു യഥാസ്ഥാനത്വം സാധ്യമാണ്. സമാധാനത്തിന്റെ ദൈവം. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലും സമാനമായ ഒരു വാക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് പ്രവചിക്കുമ്പോൾ അവിടെയും നാം വായിക്കുന്നുണ്ട്. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. അപ്പോൾ നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവത്തെ കുറിച്ച് നാം ഇവിടെ വായിച്ചു, സമാധാനത്തിന്റെ ദൈവം. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, എന്ത്? അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ് എന്ന് മാത്രമല്ല, അത് എന്നേക്കും അവന്റെ സമാധാനത്തിന് അവസാനമുണ്ടാകയില്ല എന്നാണ്. ഇവിടെ പറയുന്ന ഈ സമാധാനം എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? നമ്മുടെ ദൈവം ആരാണ്? സമാധാനത്തിന്റെ ദൈവമാണ്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ് എന്ന് പറയുമ്പോൾ നാം ഓർക്കണം, ഇത് നമുക്കൊരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഓർക്കണം, ഈ സമാധാനം ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്, അല്ലെ? ഈ സമാധാനം ദൈവം അതിൻ്റെ പൂർണ്ണ അളവിൽ നമുക്ക് തന്നതാണ്. നമുക്കതറിയാം. ഈ സമാധാനത്തിന്റെ മറ്റൊരു അർത്ഥം നമുക്കറിയാം, നിരപ്പ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവവുമായിട്ടുള്ളതായ നിരപ്പ്. സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആ നിരപ്പിൽ
ദൈവത്തിന്റെ ജീവൻ നമുക്ക് ലഭ്യമാകുന്ന അനുഭവങ്ങൾ, ദൈവത്തിനായിട്ട് നമ്മെ രൂപപ്പെടുത്തിയതായ അനുഭവം, അതാണ് സമാധാനത്തിന്റെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമാധാനത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മെ നിരപ്പിലേക്ക് കൊണ്ടുവന്ന, നമ്മെ പണിതെടുത്ത, നമുക്ക് ജീവൻ നൽകിയ ദൈവമാണ് ആര്? പിതാവായിരിക്കുന്ന ദൈവം. ആ ദൈവം, അവന്റെ സമാധാനം എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്ന് വരികിൽ, ഇന്നും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ തെറ്റിപ്പോയിരിക്കുന്ന നമ്മെ വീണ്ടും നിരപ്പിക്കുവാൻ ഈ ദൈവം മതിയായവൻ തന്നെയാണ്. നാം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20 മുതലുള്ളതായിരിക്കുന്ന ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഇനി അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നാം നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പോൾ അവിടെ സമാധാനമുണ്ടാക്കി നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. ആര്? സമാധാനത്തിന്റെ ദൈവം. ആര് മുഖാന്തരം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. അവൻ ചൊരിഞ്ഞുതാരിക്കുന്ന രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തുണ്ടായി? ദൈവവുമായിട്ടുള്ള സമാധാനത്തിനും നിരപ്പിനും അത് കാരണമായി. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുന്നത് അങ്ങനെ തന്നെയാണ്. 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവിടെയും നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. അപ്പോൾ അവൻ നമ്മുടെ സമാധാനമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമെന്നുള്ളത് ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ ദൈവം, പിതാവായിരിക്കുന്ന ദൈവം തൻ്റെ പ്രിയപുത്രന്റെ മരണത്താൽ, അവൻ ചൊരിഞ്ഞതായ രക്തത്താലാണ് എന്തു വരുത്തിയത്? സമാധാനമുണ്ടാക്കിയത്. അവനുമായിട്ടുള്ള ആ നിരപ്പിലേക്ക്, നല്ല ബന്ധത്തിലേക്ക്, ജീവൽ ബന്ധത്തിലേക്ക് വരുവാൻ കാരണമായിട്ട് തീർന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് അപ്പോൾ സമാധാനത്തിന്റെ ദൈവം അവൻ എന്ത് ചെയ്തു എന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടത്. സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തി. brought again from the dirt our Lord Jesus Christ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചു, അവൻ അടക്കപ്പെട്ടു, എന്നാൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച സമാധാനത്തിന്റെ ദൈവം. നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികളിൽ ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് നാം കാണുന്ന ഒരു പദപ്രയോഗമാണ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ള വാക്കുകൾ. ഇവിടെ 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇവിടെ എല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു അടിസ്ഥാന സത്യം നമ്മൾ മറന്നു പോകരുത്. നമുക്കൊരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്നുള്ളതിന് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ തെളിവായി വെച്ചെങ്കിൽ, യേശു ക്രിസ്തുവിനെ മടക്കി വരുത്തി എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട സത്യം ഇതാണ്. യേശു ക്രിസ്തുവിനെ ആരാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? നമ്മുടെ കർത്താവാണ്. എവിടെ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? മരണത്തിൽ നിന്നാണ്. നാം അവിടെ വായിച്ചതുപോലെ മരണപാശങ്ങളെ അഴിച്ചിട്ട്, പെയിൻ ഓഫ് ഡെത്ത് എന്നാണ്. മരണത്തിന്റെ വേദനയിൽ നിന്നാണ് ആര് എഴുന്നേൽപ്പിച്ചത്? നമ്മുടെ കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. എന്നിട്ട് അവിടെ വായിക്കുന്നത്, മരണത്തിന്
അവനെ പിടിച്ചു വെക്കുക എന്നത് അസാധ്യമായിരുന്നു. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെയും ആത്മീക ജീവിതത്തിൽ അതിൻ്റെ പരാജയത്തിൽ ഒരുപക്ഷെ പിശാച് നമ്മെ എന്നും അതിൽ അമർത്തി വയ്ക്കുവാൻ ആഗ്രഹിച്ചാലും നാം യഥാസ്ഥാനത്വത്തിന് വേണ്ടി ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച സാധ്യതകളെ നമ്മൾ അനുസരിക്കുവാൻ തയ്യാറായാൽ ഈ മരണത്തിന് നമ്മെയും പിടിച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. ഒരു പാപത്തിനും ഒരു തരത്തിലുമുള്ള പൈശാചികമായ ശക്തികൾക്കും നമ്മെയും എന്ത് ചെയ്യാൻ കഴിയില്ല, അടക്കി വെക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് നമ്മെ വീണ്ടും മടക്കി വരുത്തുവാൻ കഴിയും. അവന് നമ്മെ യഥാസ്ഥാനത്താക്കുവാൻ കഴിയും. അതിൻ്റെ കാരണം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും നമ്മുടെ ദൈവം മടക്കി വരുത്തി എന്നുള്ളത് തന്നെയാണ്. നാം ആ 2-ാം അധ്യായത്തിന് തന്നെ 32-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. സമാധാനത്തിന്റെ ദൈവം നമ്മെ മടക്കി വരുത്തുമെങ്കിൽ, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ സമാധാനത്തിന്റെ ദൈവം തന്റെ പുത്രനെ മടക്കി വരുത്തി. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ തന്നെ 3-ാം അധ്യായം 15-ാമത്തെ വാക്യവും 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുന്നത് അത് തന്നെയാണ്. ദൈവം തന്റെ പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പിതാവിന്റെ മഹിമയാൽ അവൻ ജീവിച്ചെഴുന്നേറ്റു എന്നാണ്. സ്നാനവുമായി ബന്ധപ്പെട്ട ആ വചനം വിശദീകരിക്കുമ്പോഴാണ് അവിടെ ആ കാര്യം പറയുന്നത്. പിതാവിന്റെ മഹിമയാൽ അവൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ നിങ്ങളും ജീവിക്കണം. അതാണ് അവിടുത്തെ ആശയം. അതേ ആശയം ഇതിലേക്ക് നാം ഒന്ന് കൊണ്ടുവന്നാൽ, നമ്മെ യഥാസ്ഥാനത്വത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കും എന്തുണ്ട്? ഈ യേശുക്രിസ്തു അനുഭവിച്ചതുപോലുള്ളതായ ഒരാത്മീകമായിരിക്കുന്ന ജീവന്റെ പുതുക്കം നമുക്ക് നൽകും എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ട കാര്യമെന്നുള്ളത്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ഒരുപക്ഷെ അത് മരണാനന്തരമുള്ള ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ യഥാസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ വാക്യത്തോട് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിച്ചാൽ, യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എങ്കിൽ നമ്മെയും അവൻ എന്ത് ചെയ്യും? ഉയർപ്പിക്കുക തന്നെ ചെയ്യും. നമുക്കും ഒരു മടങ്ങിവരവും യഥാസ്ഥാനത്വവും സാധ്യമാണ് എന്നുള്ളത് തന്നെയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് അവിടെ വായിക്കും. അവിടെ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായി ദൈവം ചെയ്ത കാര്യം എന്താണ്? തൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം കൊണ്ടാണ്. മൃതശരീരമായി കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടിരുന്ന കർത്താവിന്റെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു എന്നാണ്. അതിന്റെ മുകളിലെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണം. അപ്പോൾ പ്രിയമുള്ളവർ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നമുക്കൊരു യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ, നാം മടങ്ങി വരുവാൻ ആഗ്രഹിച്ചാൽ ദൈവത്തിന് തന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് നമ്മുടെ മേൽ വ്യാപരിപ്പിച്ച് നമ്മെ വീണ്ടും അവന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും. നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കുമെന്നല്ല, ദൈവം വെച്ചതായിരിക്കുന്ന ആ ചവിട്ടുപടികളെ, ദൈവം വെച്ചിട്ടുള്ളതായ ആ വ്യവസ്ഥകളെ അംഗീകരിക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ, അനുസരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ ഒരു യഥാസ്ഥാനത്വം സാധ്യമാണ്. അതിൻ്റെ കാരണം
നാം വായിച്ചതുപോലെ തൻ്റെ പുത്രനെ, അല്ല നമ്മുടെ കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം, ആ ദൈവത്തിന് നമ്മെയും യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വലിയ മാറ്റമുണ്ടാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമ്മൾ ഓർത്തതുപോലെ നമ്മെ മടക്കി വരുത്തുവാൻ ആവശ്യമായതെല്ലാം നമ്മുടെ കർത്താവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് കർത്താവേ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മെ മടക്കി വരുത്തി നമ്മെ വീണ്ടും ഉപയോഗിക്കുവാൻ ഈ ദൈവത്തിന് സാധിക്കും. നാം ഇന്നുള്ളത് പോലെയല്ല, വരുന്ന നാളുകളിൽ അധികമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അത് കാരണമായിട്ട് തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ചിന്ത ഒന്ന് കടത്തിവിടുക. യഥാസ്ഥാനത്വം അത് സാധ്യമാണ്. കാരണം നമ്മുടെ കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും നമ്മുടെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എങ്കിൽ നമ്മെയും അവൻ മടക്കി വരുത്തും, യഥാസ്ഥാനത്താക്കും. ഈ ചിന്തകളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.